മയിൽപീലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്നൊരു യാത്ര പോവാം കേട്ടോ. വേറൊന്നുമല്ല, വേറെ എവിടേക്കുമല്ല, ആലപ്പുഴ വരെ പോകാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, മയിൽപീലി എന്നാക്കിയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ കയറി കാണണേ. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ സുഹൃത്തും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആലപ്പുഴയ്ക്ക് പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി, ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നാണ് കയറിയത് കേട്ടല്ലേ. അവിടെ അങ്ങോട്ട് പോകുന്ന സമയത്തുള്ള കാഴ്ചകളാട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ കായംകുളത്തെത്തി. കായംകുളം സ്റ്റേഷനിലെത്തി. ഇപ്പം ഇനി അടുത്ത വണ്ടിയിൽ കയറണം, ആലപ്പുഴയ്ക്കുള്ള വണ്ടിയിൽ കയറണം. അപ്പം ഞങ്ങൾ ആലപ്പുഴയ്ക്കുള്ള വണ്ടിയിൽ കയറിയിട്ട് ആ വണ്ടി ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സ്പീഡ് കൂടി ഇതാ വരുന്നു. ഇപ്പോൾ ഈ ആലപ്പുഴ എത്താറായപ്പോഴത്തേക്കും വണ്ടി പിടിച്ചിട്ടിരിക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് പിടിച്ചിട്ടേക്കാണ്. ഇനി വേറെ ട്രെയിൻ പോകാനുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ആലപ്പുഴ എത്താറായി, അപ്പോഴത്തേക്ക് വണ്ടി പിടിച്ചിട്ടേക്കാം കേട്ടോ. പിന്നെ ഈ സ്ഥലമെല്ലാം വെള്ളം കയറിയത് കേട്ടോ. വെള്ളം അന്നത്തെ ഭയങ്കര മഴയ്ക്ക്, കഴിഞ്ഞ മഴയ്ക്കൊക്കെ പെയ്തപ്പോഴെല്ലാം ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു. അപ്പം മഴവെള്ളമായിരുന്നു മൊത്തം തോന്നുന്നു. ഭയങ്കര വെള്ളപ്പൊക്കമുള്ള സ്ഥലമൊക്കെയാണ്. അതാ വണ്ടി വീണ്ടും മൂവ് ചെയ്തു. വണ്ടി എടുത്തു കേട്ടോ. ഇപ്പം എല്ലാം ഇറങ്ങാനുള്ള ഇതിലാണ്. സ്റ്റേഷൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാം ഇറങ്ങാനുള്ള ഇതിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അലക്ഷ്യമായിട്ട് നമ്മൾ ഈ വേസ്റ്റൊക്കെ നമ്മൾ പുറത്തേക്ക് എറിയില്ലേ, അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കുപ്പികളൊക്കെ ആണെങ്കിലും വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേസ്റ്റ് നമ്മൾ പരമാവധി നമ്മൾ ട്രെയിനകത്ത് തന്നെ സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അതിനകത്ത് തന്നെ വെക്കുക. അതിൻ്റെ ഡസ്റ്റ്ബിനൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ നമ്മൾ വെക്കുക. അപ്പോൾ വേസ്റ്റുകൾ നമ്മൾ കഴിവതും വെളിയിലേക്കൊന്നും വലിച്ചെറിയാതെ കേട്ടോ. തൊട്ടപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഇല്ലേ, അപ്പം അതൊരുപാട് അപകടങ്ങളൊക്കെ നമുക്ക് വരുത്തുമല്ലോ. അപ്പം മയിൽപീലി എന്നാക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പം നേരത്തെ ഉള്ള പേര് ഒരുപാട് പേർക്ക് ആ ചാനലിൻ്റെ പേരുള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ പാടാണ്. അപ്പോൾ എൻ്റെ മയിൽപീലി ചാനൽ പെട്ടെന്ന് കയറി കാണുക, വീഡിയോസ് കയറി കാണുക. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തി. ഞങ്ങൾ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന കേട്ടോ. അയലയാണ്. ഞാൻ വാങ്ങിച്ചത് പൊറോട്ട, കടലക്കറി, അയലയാണ്. ഒരു ചെറിയ അയല കേട്ടോ, കുഞ്ഞയലയാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ വാങ്ങിച്ചത് ചോറാണ്. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജെട്ടിയിൽ വന്നു. അവിടെ വന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല. ഞങ്ങൾ പിന്നെ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ. ബോട്ടിലെങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇത് മാക്സിമം എത്രത്തോളം ഇത് പോകാൻ പറ്റുന്നത് ലാസ്റ്റ് സ്റ്റോപ്പ് വരെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബോട്ടിലിങ്ങനെ വന്നിരിക്കുക കേട്ടോ. ഇത്തിരി ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ആൾക്കാരിങ്ങനെ വന്ന് കയറുന്നേ ഉള്ളൂ കേട്ടോ. പഴയ ബോട്ടാണ്. ഇപ്പോൾ ഗെയ്സ് അങ്ങനെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൻ്റെ വില വെറും 44 രൂപയാണ്. 2 പേർക്ക് 44. ആലപ്പി ടു കൃഷ്ണപുരം. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ബോട്ട് മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം വണ്ടി എടുക്കുമ്പോൾ തന്നെ സ്പീഡ് കുറവാണ്. പിന്നെ അവർ അടുത്ത സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ച് സ്പീഡ് കൂടും. അപ്പം ആദ്യത്തെ ഇതാണ് എന്താ വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലത്തെ ആദ്യത്തെ വെയിറ്റിംഗ് ഷെഡാണെന്ന് തോന്നുന്നു സൈഡിലെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി മുന്നോട്ട് പോകുന്നത് എൻ്റെ കണ്ടോ. ഇതാണ് ചെറിയ ഹൗസിംഗ് ബോട്ട് കേട്ടോ, ചെറിയ ബോട്ട്. അപ്പോൾ ഗെയ്സ് ഞങ്ങളുടെ ബോട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ വഴിയരിയിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഇങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട്, നിർത്തി ആളെ കയറ്റുന്നുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കണ്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ ആട്ടോ കാണുന്നത്. പോള നിറഞ്ഞ് കിടക്കുകയാണ് കണ്ടോ. ആ സൈഡിലെല്ലാം കുപ്പികൾ വലിച്ചെറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ദയവ് ചെയ്ത് നമ്മൾ ഇതുപോലെ ബോട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ, കുപ്പി, പ്ലാസ്റ്റിക്, പേപ്പറുകൾ, ക്യാരി ബാഗുകൾ, ഇതൊന്നും ദയവ് ചെയ്ത് നമ്മൾ നദിയിലൊന്നും ഉപേക്ഷിക്കാതിരിക്കുക. നമ്മൾ കൊണ്ടുപോകുന്ന വേസ്റ്റ് എന്താണോ നമ്മൾ തിരിച്ചത് തന്നെ കൊണ്ടുവരിക. കരയിൽ അതിനുള്ള സജ്ജീകരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്നിടത്ത് അതിനുള്ള സജ്ജീകരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരിക. ഒന്നും നമ്മൾ കളയാൻ പാടില്ല, അവിടെ ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല കേട്ടോ. പക്ഷേ അങ്ങനെ കുറേ കുപ്പികൾ, വേസ്റ്റുകൾ, പാൽ കവറുകൾ, അങ്ങനെയുള്ളതെല്ലാം കുറേ വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകളായിരിക്കണം. അതെല്ലാം റോഡിൽ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കെട്ടിടമാണെന്ന് തോന്നുന്നു. അതോ എന്തോ ഒരു എന്താ പറയുക, ഒരു ഇലക്ട്രിക് എന്തൊരു സംഭവമാണ്. പക്ഷെ അത് മൊത്തം വെള്ളത്തിലാണ്, അകത്തെല്ലാം വെള്ളമാണ് ഗൈസ്. എന്തൊരു ഒരു എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ അത് മൊത്തം വെള്ളത്തിലാണ്. ഓക്കെ, കണ്ട ആ ഭാഗങ്ങളിലെല്ലാം വെള്ളമാണ്. കുറച്ചുകൂടെ നല്ല മഴയൊക്കെ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം തന്നെ ഈ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും കേസ്, നമുക്ക് ഒരുപാട് കുപ്പികളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. അതാണ് നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിലും ആ കുപ്പി നമ്മൾ തിരിച്ച് കരയിലെത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മറക്കണ്ട, മയിൽപ്പീലിയാണ്. അപ്പോൾ മയിൽപ്പീലി ചാനൽ കയറി കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരുപാട് ചെറിയ ബോട്ടുകളാണെങ്കിലും വലിയ ബോട്ടുകളാണെങ്കിലും ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നിറയെ ഉണ്ട് അത്. പക്ഷേ ഈ പോകുന്ന സൈഡിൽ 1-2 ബോട്ടുകളെ നമുക്ക് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റേതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പ്രൈവറ്റാണ്, ഓരോ സ്വകാര്യ വ്യക്തികളുടെ ബോട്ടാണ്. അതിനകത്തെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. മൊത്തം ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടുകാർക്കും ഇങ്ങനെ ബോട്ടുകൾ ഉണ്ടാവണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മളിതാ വേറൊരു എന്താ പറയുന്നത്, ബസ് സ്റ്റോപ്പ് പോലെ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ അതിൻ്റെ സൈഡിലേക്ക് അടുപ്പിക്കുക കേട്ടോ. അവിടുന്ന് ആരോ കയറാനുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അതാ അവിടെ ഞങ്ങൾ ഇറങ്ങുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല ഗൈസ്, എവിടെയോ കാണാൻ പറ്റുന്നില്ല, അതിലൊന്നും എഴുതിയിട്ടില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി. ഓരോരുത്തർ അവിടെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ 2 പേര് പിന്നെ കിളികൾ 2 പേരും കൂടെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് ഗൈസ് ബോട്ട്. നിറയെ പായൽ കയറി കിടക്കുകയാണ്. പക്ഷെ ഭയങ്കര രസം കേട്ടോ. ഫസ്റ്റ് ടൈമിൽ കയറുന്നവർക്കൊക്കെ ഭയങ്കര രസമാണ്. അതാണ്ട് ഒരു ചേട്ടൻ തോണി തുഴഞ്ഞ് പോകണുണ്ടോ, മീനെ പിടിച്ചിട്ട് പോകാൻ തോന്നുന്നു. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിരുന്ന് തന്നെ നമുക്ക് മീനെ പിടിക്കുക. ഈ സൈഡിലുള്ള വീട്ടുകാർക്കൊക്കെ വീടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ, മുറ്റത്തിരുന്ന് തന്നെ നമുക്ക് മീനെ പിടിക്കാം കേസ്. അങ്ങനെ ഒരുപാട് അമ്മമാരെ ആയാലും ചേച്ചിമാരെയൊക്കെ ആയാലും കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടോ. അല്ലാതെ ബോട്ടിൽ പോകുന്നവരുണ്ട്, അല്ലാതെ ഇങ്ങനെ മീനെ പിടിക്കുന്നതും എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ വെള്ളം കയറുമല്ലോ, നല്ല മഴ പെയ്താൽ വെള്ളം കയറുമല്ലോ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വീടുകൾക്ക് കൊണ്ട് കേസ് ഒരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകത കണ്ടോ. താഴെ പില്ലറാണ്, ആ പില്ലറിൻ്റെ മേലെയാണ് വീടിരിക്കുന്നത്. നല്ലപോലെ ഹൈറ്റിലാണ് വീടുള്ളത്. അഥവാ വെള്ളം കയറിയാലും, വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായാലും വെള്ളം അകത്തേക്ക് കയറാത്ത രീതിയിലാണ് അവർ വീട് പണിഞ്ഞിരിക്കുന്നത് കേസ്. എനിക്ക് തോന്നുന്നു ഓരോ വീടുകൾക്കും പ്രത്യേകം ബോട്ടുകൾ ഉണ്ടാവണം എന്ന് തോന്നുന്നു. റെസ്റ്റോറൻറ്റിൽ പോകുന്ന വഴിക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, ചെറിയ കടകളുണ്ട്. പക്ഷേ ഇങ്ങനെ ബോട്ടിൽ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിൽ പോകുന്നവർക്ക് അവിടെ എങ്ങും നിർത്തത്തില്ല. നമ്മൾ പ്രൈവറ്റായിട്ട് നമ്മളല്ലാതെ ചെറിയ ബോട്ടൊക്കെ നമ്മൾ തന്നെ അവിടുന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയില്ലേ, അവർക്കൊക്കെ നമുക്ക് വെള്ളം വേണമെന്നെങ്കിൽ നമുക്ക് നിർത്തി ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും ഊണ് കഴിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പം എന്താ പറയുന്നത്,
അധികം താമസിക്കാതെ തന്നെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവാണ്. ബോട്ടിലുള്ള യാത്ര അവസാനിക്കാൻ പോവാണ്. കാരണം ക്ലൈമറ്റ് മോശമായതുകൊണ്ടും പോകാനുള്ള സമയമൊക്കെ ആയതുകൊണ്ടും അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാനുള്ള ഇതിലാണ്. അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങും. ഇവിടെ ഞങ്ങൾ കാവാലത്ത് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാവാലത്ത് ഇപ്പോൾ ബോട്ട് അടിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കും, തിരിച്ച് വണ്ടി ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു വലിയൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ടോ. ഇതിനകത്ത് പിന്നെ മേലെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാം AC ആണ്, ഫുൾ AC ആണ്. സാധാരണ നല്ല ഒരു മുറി പോലെ തന്നെ അടിപൊളിയാണ്, നല്ല സെറ്റപ്പാണ്. നല്ല ഫുഡുകൾ, നല്ല സീ ഫുഡുകൾ കിട്ടും. അങ്ങനെ എല്ലാം ഇവർ എന്താ പറയുക, കോംബോ പാക്കേജാണ് മൊത്തം. എല്ലാം ഒരു പാക്കേജായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഇതായിരിക്കും. നല്ല പൈസയൊക്കെ ആയിരിക്കും ഇതിലൊക്കെ കയറണമെങ്കിൽ, നല്ല പൈസയൊക്കെ ആയിരിക്കും കേസ്. അപ്പോൾ അങ്ങനെ ഒരു 2 അടുപ്പിച്ച് വരുന്നുണ്ട്. മേലെ വേറെ ഉണ്ട്, ഒരുപാടുണ്ട്. ചെറിയ ബോട്ടുകളാണ് കൂടുതലും പോകുന്നത്. പക്ഷേ എന്നാലും വലിയ ബോട്ടുകളും തീരെ കുറവല്ല. ഇത് റെസ്ക്യൂ ടീമാട്ടോ. അവരെപ്പോഴും ഈ ഒരു ഇതിൽ തന്നെ ഉണ്ടാവും. 3-4 പേരുണ്ടാവും. 3-4 ബോട്ടുകളുണ്ടാവും. റെസ്ക്യൂ ടീമിൻ്റെ 3-4 ബോട്ടുകളുണ്ടാവും. അപ്പോൾ അവരെല്ലാം എപ്പോഴും അവിടെ സജീവമാണ്. ഓക്കെ, കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ, അടിപൊളിയാണ്. ഫാമിലിയോടൊക്കെ ഇപ്പോൾ വരാൻ പറ്റിയൊരു സ്ഥലം, നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷേ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ മറക്കണ്ട, ഒന്നും വെള്ളത്തിലൊന്നും ഉപേക്ഷിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഈ വരുന്ന സൈഡിൽ തന്നെ ഒരുപാട് കുപ്പികൾ റോഡ് സൈഡ് ഈ വെള്ളത്തിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം. അതൊക്കെ ഭയങ്കര അപകടമാണ്. അതൊന്നും വെള്ളത്തിൽ ഉപേക്ഷിക്കല്ലേ. ഇതാ ചെറിയൊരു ബോട്ട് വരുന്നുണ്ടോ, സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വള്ളങ്ങളും പോകുന്നുണ്ട്. പക്ഷേ വള്ളം തുഴയാനൊക്കെ എന്ത് രസമായിരിക്കും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വള്ളം തുഴഞ്ഞിട്ടുണ്ടോ? സ്വന്തമായിട്ട് വഞ്ചിയുള്ളവരൊക്കെ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോട്ടുകളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. കുറേ നല്ലപോലെ അടിച്ചു പൊളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ബോട്ടിന് എന്തോ തകരാറാണെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം അതിൽ ആളെ ഈ ബോട്ടിൽ നിന്ന് ചെറിയൊരു ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ മെക്കാനിക് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. എന്തോ ആൾക്കാരെ അതിലേക്ക് വേറൊരു ബോട്ടിലേക്ക് ഷിഫ്റ്റ് ആകുന്നുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാനുള്ള സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യിക്കാനായിരിക്കണം. അടുത്ത് സ്പീഡ് ബോട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്തിട്ട് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യാൻ ഉള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം കാവാലത്ത് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാവാലത്ത് ഇപ്പം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചങ്ങനാശ്ശേരി പോയിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്കാണ്. അപ്പം നമ്മൾ കൃഷ്ണപുരം ആയിരുന്നു നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം. പക്ഷേ അവിടം വരെ പോകാൻ ഒത്തിരി ദൂരമാണ് കേസ്. ഈ ബോട്ട് തന്നെ വേണം തിരിച്ച് വരാൻ. വേറെ ബോട്ടില്ല. നമ്മൾ ഈ പോകുന്ന ബോട്ട് തന്നെ അവിടെ പോയിട്ട് അരമണിക്കൂറേ അവിടെ ഉണ്ടാവുള്ളൂ. ആ അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് ഈ ബോട്ടിൽ തന്നെ വേണം തിരിച്ച് ആലപ്പുഴയ്ക്ക് വരാൻ. അപ്പോൾ നമുക്ക് തിരിച്ച് ആലപ്പുഴയ്ക്ക് വരണ്ട എന്നതുകൊണ്ടും ഞങ്ങൾ കാവാലത്ത് ഇറങ്ങിയിട്ട് കാവാലത്ത് ചങ്ങനാശ്ശേരിക്കുള്ള വണ്ടിയുണ്ട് കേസ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇപ്പോൾ നമ്മൾ ഇറങ്ങും. കണ്ടോ, കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം അവിടേക്ക് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ കേട്ടോ. ഒരാൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ എൻജിൻ. നമ്മളിപ്പം കരയിലേക്കും 2 കരകളിലേക്കും വഞ്ചി അടുപ്പിക്കുന്നത് താഴെ ഇരിക്കുന്ന ആളാണ്. ഓക്കെ, മെയിൻ കൺട്രോളാണ് മേലെ ഇരിക്കുന്ന ആൾ. അതാണ് ഡ്രൈവർ കേട്ടോ. ആയിരിക്കാം, എൻ്റെ ഒരു ഇതും പറയുന്നേ ഉള്ളൂ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പം എനിക്കത് ഇത്രയും നേരം കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു അതായിരിക്കാം. കാരണം ഈ താഴെ ഇരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഇപ്പം അക്കരെ ഇക്കരെയും വെയിറ്റിംഗ് ഷെഡ് പോലെ ഇതുണ്ടാവുമല്ലോ. അപ്പം ആ ഷെഡിലേക്ക് അടുപ്പിക്കുന്നത് ഒരുപക്ഷെ ഇവരായിരിക്കാം. അപ്പോൾ ഞങ്ങൾ കാവാലത്തിറങ്ങി ഞങ്ങളിതാ അടുത്ത് നടക്കട്ടോ. റോഡിൽ കൂടെ അങ്ങനെ നടക്കട്ടോ. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അന്യായ വെയിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കാവാലത്ത് എത്തുക കേട്ടോ. കാവാലത്തോട്ട് പോവുകയാണ്. അപ്പം ഈ പോകുന്ന റൂട്ടിൽ ബസ്സില്ലാത്തതുകൊണ്ട്
ഞങ്ങൾ നടപ്പിൻ്റെ രീതി കണ്ടാൽ തന്നെ അറിയാമല്ലോ, വെയിലത്ത് ഞങ്ങൾ ക്ഷീണിച്ചു, ഒരുപാട് ടയേർഡായി, നടന്ന് തന്നെ ടയേർഡായി കേട്ടോ. അപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ സ്റ്റാൻഡിൽ ബസ് കയറാനുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. നടക്കുക, ഒരു രക്ഷയില്ല, നടന്ന് കാലൊക്കെ വേദനയെടുക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കയറി കാണാൻ മറക്കണ്ട. അപ്പം ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കാൻ ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പം പുതിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട്, കുറേ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ മറക്കണ്ട, മയിൽപീലിയാണ്. എല്ലാവരും കയറി കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.